നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിക്ക് 77.17% വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. നിലവിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ താരസംഘടനയുടേത് മാത്രമാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഗവൺമെന്റ് തലത്തിലേക്ക് പരാതി എത്തിയിട്ടില്ലെന്നും മന്ത്രി. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ആഗ്രഹം മറച്ചുവെക്കാതെ കൊടിക്കുന്നിൽ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്റെ പേര് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. MP-മാരും MLA-മാരും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ. കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന ലോട്ടറി വിൽപ്പനക്കാരനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കൊല്ലം മുണ്ടയ്ക്കൽ ഊരമ്പള്ളി സ്വദേശി രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് 200 മീറ്റർ അകലെയായിരുന്നു കൊലപാതകം. വിശദമായ വാർത്തകളിലേക്ക്. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിക്ക് 77.97% വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീനാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയശതമാനം. മുൻവർഷത്തേതിനേക്കാൾ നേരിയ വർധന ഇത്തവണയുണ്ട്. 0.16% കൂടുതലാണ് വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. ഇതും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1990 സ്കൂളുകളിൽ 3,72,423 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 68.41% ആൺകുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 86.89% പെൺകുട്ടികളും പരീക്ഷ എഴുതി. സയൻസ് ഗ്രൂപ്പിൽ 84.55%, ഹ്യൂമാനിറ്റീസിൽ 66.38%, കൊമേഴ്സിൽ 74.74% വിജയം. സർക്കാർ സ്കൂളിലെ വിജയശതമാനം 72.66 ആണ്. എയ്ഡഡ് സ്കൂളുകളുടെ വിജയശതമാനം 82.82 30,561 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഹയർ സെക്കൻഡറിക്ക് 89 മൂല്യനിർണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയിൽ 22,172 അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,210 അധ്യാപകരും മൂല്യനിർണയത്തിൽ പങ്കെടുത്തു. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 11 വരെ തീയതികളിലായിട്ടാണ് മൂല്യനിർണയം പൂർത്തിയാക്കിയത്. മൂല്യനിർണയത്തോടൊപ്പം ടാബുലേഷൻ ജോലികളും പൂർത്തിയാക്കി. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2026 ജനുവരി 22 മുതൽ ഫെബ്രുവരി 15 വരെയാണ് നടന്നത്. 86.65 അപ്പോൾ പ്രാവശ്യം കൂടി. പെൺകുട്ടികളുടെ വിജയശതമാനം ഇത്തവണ കൂടുകയും ചെയ്തു. അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു സംഗതിയാണ് സമൂഹത്തിന്. പിന്നെ റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,87,933. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,58,836. വിജയശതമാനം 84.52. ഇത് കഴിഞ്ഞ വർഷം 83.25 ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ശതമാനത്തിൽ കൂടുതൽ അല്ലേ, കൂടുതലാണ്. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 75,923. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 50,398. വിജയശതമാനം 66.38. കഴിഞ്ഞ വർഷം 69.16. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ വിജയശതമാനം കുറവാണ്. ഏകദേശം 3% ഹ്യൂമാനിറ്റീസിൽ കുറവാണ്. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,08,567.
അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 81,147. വിജയശതമാനം 74.74. കഴിഞ്ഞ വർഷം 74.21. അപ്പോൾ കൂടുതലാണ്, ഒരു പോയിന്റ് സംതിങ് കൂടുതലാണ്. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,67,430. യോഗ്യത നേടിയവർ വിജയിച്ചവർ 1,21,661. വിജയശതമാനം 72.66. കഴിഞ്ഞ വർഷം 73.23. അപ്പോൾ വിജയശതമാനം 1% കൂടുതൽ കുറവാണ്. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,81,851. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,50,604. വിജയശതമാനം 82.82. കഴിഞ്ഞ വർഷം 82.16. 0 പോയിന്റ് സംതിങ് കൂടുതലാണ് എയ്ഡഡ് സ്കൂളിന്റെ റിസൾട്ട്. അൺഎയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 22,821. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 17,841. ടെക്നിക്കൽ ഫലം 72.82%. 50 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. വിജയശതമാനം കൂടുതൽ ഇടുക്കി ജില്ലയിലും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. VHSE വിഭാഗത്തിലും പെൺകുട്ടികളാണ് മുന്നിൽ. ഇടുക്കി ജില്ലയിലാണ് കൂടുതൽ വിജയശതമാനം, കുറവ് കാസർഗോട്ടും. ന്യൂസ് ഡെസ്ക്. തൃക്കരുവയിൽ തെരുവുനായയുടെ ആക്രമണം. 90-കാരി ഉൾപ്പെടെ 14 പേർക്ക് കടിയേറ്റു. വീടിന്റെ വരാന്തയിൽ ഇരുന്നവരും മുറ്റത്തേക്ക് ഇറങ്ങിയവരും റോഡിൽ നിന്നവരും ഉൾപ്പെടെ 14ഓളം പേർക്കാണ് കടിയേറ്റത്. കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീടിന്റെ വരാന്തയിലിരുന്നവരും മുറ്റത്തേക്ക് ഇറങ്ങിയവരും റോഡിൽ നിന്നവരും ഉൾപ്പെടെ 14ഓളം പേരെയാണ് തെരുവുനായ കടിച്ചത്. മുഖത്തും കൈകാലുകൾക്കും കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. പരിക്കേറ്റവരിൽ കൂടുതലും വയോധികരാണ്. ആളുകളെ ആക്രമിച്ചതിനു പുറമെ വഴിയിൽ കണ്ട മറ്റു നായ്ക്കളെ കൂടി ആക്രമിച്ച നായയെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട അഞ്ചാലിമൂട്ടിലെ വെറ്റിനറി ആശുപത്രിയിൽ വിവരമറിയിച്ച് നായപിടുത്ത സംഘത്തെ വരുത്തി കാഞ്ഞാവിളി ജംഗ്ഷന് സമീപത്തു നിന്നും പിടികൂടി. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാഞ്ഞാവിളി ഭാഗത്താണ് നായയെ ആദ്യം കണ്ടത്. ഇവിടെ വേളിക്കാട് ഭാഗത്ത് വെച്ച് മധു എന്നയാളെ നായ കടിച്ചു. പ്രാക്കുളം ഭാഗത്തേക്ക് പോയ നായ വീടിന് സമീപം നിൽക്കുകയായിരുന്ന ഓമനയമ്മയെ ആക്രമിക്കുകയായിരുന്നു. 90-കാരിയായ ഇവർ പേടിച്ച് നിലത്ത് വീണു. ഇവരുടെ മുഖത്താണ് നായ കടിച്ചത്. ഓമനയമ്മയെ രക്ഷിക്കാനെത്തിയ നാട്ടുകാരെയും നായ ആക്രമിക്കാൻ ശ്രമിച്ചു. നായ ഓടിപ്പോയ ശേഷമാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. വീടിന്റെ വരാന്തയിൽ കയറി കാഞ്ഞാവിളി മൂലവിളി മുഹമ്മദ് കുഞ്ഞിനെയും നായ ആക്രമിച്ചു. പ്രാക്കുളം സ്വദേശികളായ സരസ്വതി, അജയഘോഷ് എന്നിവർക്കും നായയുടെ കടിയേറ്റു. വന്മള സ്വദേശിയായ ശെൽവനെയും നായ കടിച്ചു. പരിക്കേറ്റവർ കൊല്ലം ജില്ലാ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായാണ് ചികിത്സ തേടിയത്. ഇതിൽ വന്മള സ്വദേശിയായ ഒരാൾക്ക് വാക്സിൻ അലർജി ഉണ്ടായതിനാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രാക്കുളം ബോട്ട് ജെട്ടിക്ക് സമീപം പ്ലാത്തോട്ടത്ത് തെരുവുനായ വയോധികയെ കടിച്ചു. ഇവരെ രക്ഷിക്കാനെത്തിയ ഒരാളെയും വീടിന്റെ തിണ്ണയിലിരുന്ന ഒരാളെയും നായ കടിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂരിൽ അജയ് പ്രസാദ് MLA മണ്ഡല പര്യടനത്തിന് തുടക്കമായി. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചാണ് പര്യടനം നടത്തുന്നത്. അച്ചൻകോവിൽ, റോസ്മല തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ MLAക്ക് സ്വീകരണം നൽകി. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വെളുത്താരയിലൂടെ പുനലൂർ മണ്ഡലത്തിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ അജയ് പ്രസാദ് MLA വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള മണ്ഡല പര്യടനത്തിന് തുടക്കമായി. LDF പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പര്യടനം സംഘടിപ്പിച്ചത്. മലയോര മേഖലയായ അച്ചൻകോവിലിൽ സ്വീകരണം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച ഈ നാട്ടിലെ പ്രിയപ്പെട്ട സമ്മതിദായകരോട് എൻ്റെ നന്ദിയും എൻ്റെ കടപ്പാടും അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് ഭരിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്.
ആ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ എന്നെ കൂടി അതിനോടൊപ്പം ചേർക്കണേ എന്നാണ് ഞാൻ ഈ നാട്ടിലെ സമ്പന്നനായകരോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ ആ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിച്ചു, നല്ല ഭൂരിപക്ഷം തന്നു, എന്നെ തെരഞ്ഞെടുത്തു. പക്ഷേ പല കാരണങ്ങളാൽ നമ്മുടെ LDFന്റെ ഗവൺമെന്റ് തുടരാൻ മറ്റുള്ള പല സാഹചര്യങ്ങളോട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രതിപക്ഷ MLA പ്രതിപക്ഷത്തേക്ക്. കേരള കോൺഗ്രസ് ബി സെക്രട്ടറി പ്രസാദ് പി നായർ, സി രാധാകൃഷ്ണപിള്ള, CPI ലോക്കൽ സെക്രട്ടറി അച്ചൻകോവിൽ സുരേഷ് ബാബു, മുൻ പഞ്ചായത്ത് അംഗം സി രാധാകൃഷ്ണൻ, സാനു ധർമ്മരാജൻ എന്നിവർ പങ്കെടുത്തു. കാരണം നമ്മുടെ പുനലൂർ മണ്ഡലം എന്നും ഒരു ചെങ്കോട്ടയാണെന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് ഒരിക്കലും ഏത് പേമാരിയിലും കൊടുങ്കാറ്റിലും തകരുന്നതല്ല പുനലൂര് മണ്ഡലം എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം തന്നെ എന്നും ചാഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മലയോര മേഖലയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷ പ്രതിനിധിയായി പുനലൂരിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച ശീലമേ ഉള്ളൂ. ആ ശീലം ഒട്ടും മായാതെ മങ്ങാതെ നമ്മുടെ പുനലൂരിൽ നിന്ന് മത്സരിച്ച സഖാവ് അജയപ്രസാദ് സഖാവിനും ഈ വലിയ ഒഴുക്കിൽ UDFന് അനുകൂലമായിട്ട് കേരളമെമ്പാടും ഒരു ഒഴുകി മാറിയ സമയത്തും കൊല്ലം ജില്ലയിൽ പുനലൂർ മണ്ഡലത്തിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉരുക്കുകോട്ടയാണ് പുനലൂർ മണ്ഡലം എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാൻ കഴിയും. റോസ്മലയിൽ നിന്നും ആരംഭിച്ച പരിപാടി ഓലപ്പാറയിൽ സമാപിച്ചു. ചേനഗിരിയിലും അച്ചൻകോവിൽ മൂന്നുമുക്കിലും പര്യടനത്തിന് ആവേശോജ്വലമായ സ്വീകരണം ലഭിച്ചു. കിഴക്കേക്കുഴി ഭാഗം, സെന്റ് ഉന്നതി, ലക്ഷംവീട് ഉന്നതി എന്നിവിടങ്ങളിലെ വോട്ടർമാരെയും നേരിൽ കണ്ട് MLA നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജാമ്യം നിൽക്കാൻ പറ്റുചീട്ട് കൊടുത്തില്ല, ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് പോലീസ് പിടിയിൽ. നെടുമ്പന സ്വദേശി സതീശനാണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത്. ജാമ്യം നിൽക്കാൻ പറ്റുചീട്ട് നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ നെടുമ്പന കളയ്ക്കൽ ശരണ്യ ഭവനിൽ സതീശനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ 2 കേസുകളിൽ കണ്ണനല്ലൂർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിന് ജാമ്യം നിൽക്കാനായി എറണാകുളത്ത് ജോലി ഉണ്ടായിരുന്ന ഭാര്യ രമയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ജാമ്യം നിൽക്കാൻ ഭാര്യ വിസമ്മതിച്ചതിനെ തുടർന്ന് പെൺമക്കളുടെ മുന്നിൽ വെച്ച് കരിക്കത്തി ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയായിരുന്നു. കുത്തുകൊണ്ട് അബോധാവസ്ഥയിലായ രമയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. SHO ബസന്ത്, SI കൃഷ്ണലാൽ, SI ആശാവിരേഖ, GSI അജയൻ, ജ്യോതിഷ് കുമാർ, രതീഷ് കുമാർ, CPO ഹുസൈൻ എന്നിവരടങ്ങുന്ന സംഘമാണ് സതീശനെ വീടിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംഭവങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഗൗരവമുള്ളതാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സംഭവങ്ങൾ പരിശോധിച്ച് സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടും. തീർച്ചയായും നിരീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായും അത് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗവൺമെന്റ് അത് ഗൗരവമായി പരിശോധിക്കുകയും അത് ഇടപെടുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം കായലിൽ കല്ല് കെട്ടിത്താഴ്ത്തിയ നിലയിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. കനകക്കുന്ന് സ്വദേശി തങ്കമ്മയുടെ മൃതദേഹമാണ് കൈയും കാലും കെട്ടി കല്ലുകൊണ്ട് കെട്ടിത്താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയത്. തങ്കമ്മയെ 2 ദിവസമായി കാണാനില്ലായിരുന്നു. കായംകുളം കനകക്കുന്ന് ജെട്ടിക്ക് സമീപമാണ് കായലിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ മുതൽ കാണാതായ കണ്ടല്ലൂർ സ്വദേശിനി തങ്കമ്മയുടെ മൃതദേഹമാണ് കായലിൽ താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് കനകക്കുന്ന് ജെട്ടിക്ക് സമീപം നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിലും അഗ്നിരക്ഷാസേനയിലും വിവരം അറിയിച്ചു. കണ്ടല്ലൂർ സ്വദേശിയായ തങ്കമ്മയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം നടന്നു വരവെയാണ് കായലിൽ കെട്ടിത്തയച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ട്രെയിൻ എത്തിയിട്ടും റെയിൽവേ ഗേറ്റ് അടച്ചില്ല. ഹരിപ്പാട് ആയാപ്പറമ്പ് ആലിഞ്ചുവട് റെയിൽവേ ഗേറ്റാണ് അടയ്ക്കാതിരുന്നത്. ട്രാക്കിലേക്ക് കയറിയ വാഹനങ്ങൾ ട്രെയിൻ വരുന്നത് കണ്ടതോടെ പിന്നോട്ടെടുക്കുകയായിരുന്നു. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ബഹളം വെച്ചപ്പോഴാണ് ഗേറ്റ് കീപ്പർ ഗേറ്റ് അടച്ചത്. സിഗ്നൽ ലഭിച്ചില്ലെന്നാണ് ഗേറ്റ് കീപ്പറുടെ വിശദീകരണം. അങ്ങനെ ഉറങ്ങുന്നു ഗേറ്റ് കേൾക്കാതെ.
ഗേറ്റും താത്തിട്ടില്ല, ഒന്നും താത്തിട്ടില്ല. വണ്ടി അവിടെ പിടിച്ച് ഇട്ടോണ്ട് കാര്യമായി. അല്ലല്ല, ഗ്രീൻ സിഗ്നൽ ആയിരുന്നു. ആ ഇപ്പൊ വണ്ടി കയറി പോയാനെ ട്രെയിന്. ഇപ്പൊ ഞങ്ങൾ പോയി വിളിച്ച മൊബൈൽ കണ്ടോണ്ടിരിക്കുന്നു. ഏതെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾ പറയേണ്ടവരോട് പറഞ്ഞാൽ മതി കേട്ടോ. അതെ, പറയേണ്ടവരോട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയണ്ട. ട്രെയിൻ എത്തിയിട്ടും റെയിൽവേ ഗേറ്റ് അടച്ചില്ല. ഹരിപ്പാട് ആയാപറമ്പ് ആലൻചുവട് റെയിൽവേ ഗേറ്റാണ് ട്രെയിൻ എത്തിയിട്ടും അടയ്ക്കാതിരുന്നത്. ഈ സമയം നിരവധി വാഹനങ്ങളാണ് ട്രാക്കിലൂടെ കടന്നുപോയത്. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ദൂരെ നിന്നും ട്രെയിൻ വരുന്നത് കണ്ടതോടെ വാഹനങ്ങൾ പിന്നിലേക്ക് എടുത്തതാണ് അപകടം ഒഴിവാക്കാൻ സഹായിച്ചത്. ഇരുവശത്തു നിന്നും KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ബഹളം വെച്ചപ്പോഴാണ് ഗേറ്റ് കീപ്പർ ഗേറ്റ് അടയ്ക്കാൻ തയ്യാറായത്. ഇയാൾ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ സിഗ്നൽ ലഭിച്ചില്ലെന്നാണ് ഗേറ്റ് കീപ്പറുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ഹരിപ്പാട്. കൊല്ലം കോട്ടൺ മിൽ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും അവരെ പിരിച്ചുവിട്ടതിനുമെതിരെ നടത്തിയ ഇടവം 12 സമരവാർഷികം ആചരിച്ചു. RSPയുടെ നേതൃത്വത്തിലാണ് വാർഷികാചരണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഇരുചക്ര വാഹന റാലി, പൊതുസമ്മേളനം എന്നിവ നടത്തി. കോട്ടൺ മിൽ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി നടത്തിയ ഇടവം 12 സമരത്തിന്റെ 77ാമത് വാർഷികാചരണമാണ് നടത്തിയത്. ഇതിന്റെ ഭാഗമായി കോവിൽത്തോട്ടത്തു നിന്നും ഇരുചക്ര വാഹന റാലി നടന്നു. പുത്തൻതുറയിൽ റാലി സമാപിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. RSP സമരമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇടവം 12 അനുസ്മരണ റാലി ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി കടന്നു വരുന്നു. സമരവാർഷികാചരണത്തിന്റെ ഭാഗമായി പുത്തൻതുറയിൽ നടത്തിയ പൊതുസമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കരിമണൽ വ്യവസായവുമായി ബന്ധപ്പെട്ട 2 പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അയ്യാറിയിലെ തൊഴിലാളികൾ നടത്തുന്ന സമരമാണെങ്കിൽ അത് അവരുടെ അവകാശ സമരം അവർ പരിഹരിച്ചു കൊള്ളണം. KMML തൊഴിലാളികളുടെ സമരമാണെങ്കിൽ ആ തൊഴിലാളികളുടെ അവകാശം അത് അവർ സംരക്ഷിച്ചു കൊള്ളണം. ഒരു ഐക്യബോധം, തൊഴിലാളി വർഗ ഐക്യം എന്ന് പറയുന്നത് അന്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇടവം 12 സമരം പ്രസക്തമാകുന്നത്, ശ്രദ്ധേയമായി തീരുന്നത്. അങ്ങനെയാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്. ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ കോട്ടൺ മിൽ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സ്ത്രീ തൊഴിലാളികൾ അടക്കം നടത്തിയ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തിയപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ സമരമുഖത്താണ് തൊട്ടപ്പുറത്ത് പാർട്ടി ഓഫീസിൽ ചിന്നക്കടയിൽ ഉണ്ടായിരുന്ന പാർട്ടി ഓഫീസിൽ നിന്ന് സഖാവ് N. ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് മരിയാർ ഭൂതത്തിന്റെ ക്രോസ് ബെൽറ്റ് പിടിച്ച് സ്ത്രീ തൊഴിലാളികളെ ചവിട്ടി മെതിച്ച് വലിച്ച് വാനിലേക്ക് വലിച്ചെറിയുന്നത് കണ്ട് കടന്നു വന്ന സഖാവ് N. ശ്രീകണ്ഠൻ നായരുടെ സമരവീര്യം രാഷ്ട്രീയ കേരളം കണ്ടത് അമ്മായിരുന്നു. അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇരവിപുരം MLA വിഷ്ണു മോഹൻ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ, ജയലക്ഷ്മി, C. ഉണ്ണികൃഷ്ണൻ, വാഴയിൽ അസീസ്, കോക്കാട്ട് റഹീം, മുംതാസ്, സുഭാഷ് D, സുനിൽകുമാർ, ആനന്ദ്, ഷൈൻ മുണ്ടകത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അപമാനം അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ത്രാസിൽ തൂക്കുമ്പോൾ RSPയുടെ തട്ട് ഉയർന്നു നിന്നതിന്റെ അല്ലെങ്കിൽ ആ തട്ടിൽ നിന്ന് അളക്കുമ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ RSPക്ക് പങ്കാളിത്തമില്ല കേരള നിയമസഭയിൽ എന്ന ആ അപമാനത്തിന്റെ തീച്ചൂളയിൽ നിന്നാണ് ഇന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ആ പന്താവിലും RSPയുടേതായ അടയാളം രേഖപ്പെടുത്തിയത്. ഇവിടെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ RSP കഴിഞ്ഞ 10 വർഷം പിറകിലായിരുന്നെങ്കിൽ ഇന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ പന്താവിൽ RSP കേരള നിയമസഭയിൽ ഉണ്ടെങ്കിൽ അതിന് ഇന്ധനമായി നിന്നത് നമ്മുടെ സമര പാരമ്പര്യവും സമര ചരിത്രവും തന്നെയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്റെ പേര് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. MPമാരും MLAമാരും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. MPമാരും MLAമാരും പാർട്ടി ചുമതലകളിലേക്ക് വരുന്നതിൽ കോൺഗ്രസിൽ തടസ്സമില്ല. എന്നാൽ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ദേശീയ നേതൃത്വമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. അല്ല, MPമാരും MLAമാരും കോൺഗ്രസിന്റെ പദവികളെല്ലാം വന്നിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. അത് മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിന്റെ വിവിധ AICC അധ്യക്ഷൻ തന്നെ MP ആണ്. അതുപോലെ തന്നെ വിവിധ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ MP ആണ്. രാജ്യസഭ, ലോക്സഭ.
അത് കോൺഗ്രസിനകത്തൊരു ബാറിംഗ് അല്ല. MP-മാര് MLA-മാര് പാർട്ടിയുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാറിംഗ് അല്ല. MP-മാരും MLA-മാരും ഒക്കെ കാലാകാലങ്ങളിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ, കോൺഗ്രസിന്റെ വിവിധ പദവികളിൽ വന്നിട്ടുണ്ട്. അതൊരു ബാറിംഗ് അല്ല. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്, ദേശീയ നേതൃത്വം. തന്റെ പേര് മുൻപും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പറഞ്ഞ കപ്പിനും ചുണ്ടിനും ഇടയിൽ വന്നുപോയി ആരും നിങ്ങളോട് പറഞ്ഞു? അതെങ്ങനെ പറയാൻ കഴിയും? പരിഗണന നൽകിയത് കൊണ്ട് പരിഗണന നൽകുന്നവരെല്ലാം ആഗ്രഹമുണ്ടോ? അത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ച് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് പോയതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞകാല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നിൽ പറയാൻ പറ്റും. ഇപ്പൊ വരാൻ പോകുന്ന കാര്യകാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന ലോട്ടറി വിൽപ്പനക്കാരനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കൊല്ലം മുണ്ടക്കൽ ഊരമ്പള്ളി സ്വദേശി രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് 200 മീറ്റർ അകലെയാണ് കൊലപാതകം നടന്നത്. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് 200 മീറ്റർ ദൂരെയാണ് വയോധികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നഗരത്തിലെ DCC ഓഫീസിന് മുൻവശത്തെ കാർ വർക്ക്ഷോപ്പിന് സമീപമാണ് മൃതദേഹം കണ്ടത്. മുണ്ടക്കൽ ഊരമ്പള്ളിൽ പത്മവിലാസത്തിൽ 70-കാരനായ രാജേന്ദ്രനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ വർക്ക്ഷോപ്പ് തുറക്കാനെത്തിയ തൊഴിലാളികളാണ് തുണി കൊണ്ട് മൂടിയ നിലയിൽ മൃതദേഹം കണ്ടത്. കഴുത്തിൽ തുണി മുറുക്കിയ നിലയിൽ രക്തം വാർന്ന നിലയിലുമായിരുന്നു മൃതദേഹം. ശനിയാഴ്ച അർദ്ധരാത്രി മോഷണ ശ്രമത്തിനിടെയുണ്ടായ ആക്രമണത്തെ തുടർന്നാകാം കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. രാജേന്ദ്രൻ നഗരത്തിൽ കാൽനടയായി സഞ്ചരിച്ച് ലോട്ടറി വിൽപ്പന നടത്തുന്നയാളാണ്. പുലർച്ചെ എത്തിയ അജ്ഞാതൻ കിടന്നുറങ്ങുകയായിരുന്ന രാജേന്ദ്രന്റെ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പിടിവലിക്കിടെ ഷർട്ട് ഉപയോഗിച്ച് രാജേന്ദ്രനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം കടയ്ക്കും മതിലിനുമിടയിലേക്ക് മാറ്റിയ ശേഷം അവിടെ കിടന്ന പൈപ്പിൽ മൃതദേഹം കയറുപയോഗിച്ച് കെട്ടി. മൃതശരീരം കൈലി ഉപയോഗിച്ച് മൂടിയ ശേഷം രാജേന്ദ്രന്റെ ബാഗുമായി ഇയാൾ കടക്കുകയായിരുന്നു. കടയിലെ CCTV ക്യാമറ പ്രവർത്തിച്ചിരുന്നില്ല. സമീപത്തെ മറ്റൊരു ക്യാമറയിൽ നിന്നാണ് അവ്യക്തമായ ദൃശ്യങ്ങൾ ലഭിച്ചത്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഏറെ വർഷങ്ങളായി ബന്ധുക്കളുമായി അകന്നു കഴിയുന്ന രാജേന്ദ്രൻ പല ദിവസങ്ങളിലും ഈ കടവരാന്തയിലാണ് രാത്രി ഉറങ്ങിയിരുന്നത്. ഇക്കാര്യം നേരത്തെ അറിയാവുന്ന പ്രതി കരുതിക്കൂട്ടി എത്തിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ശാരീരിക അവശതകൾ മൂലം അഗതി മന്ദിരത്തിൽ അഭയം തേടാനുള്ള ഒരുക്കത്തിലായിരുന്നു രാജേന്ദ്രനെന്ന് പരിചയമുള്ളവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിച്ചയാൾ ചാത്തന്നൂർ പോലീസിന്റെ പിടിയിൽ. ചാത്തന്നൂർ മീനാട് സ്വദേശി മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന അതുൽ രവിയാണ് പിടിയിലായത്. ആക്രമണത്തിൽ വരിഞ്ഞം സുന്ദരമുഖ സ്വദേശി രാജീവിന് പരിക്കേറ്റു. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെയാണ് ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാത്തന്നൂർ മീനാട് സ്വദേശി മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന അതുൽ രവിയാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ വരിഞ്ഞം സുന്ദരൻമുഖ് സ്വദേശി രാജീവിന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വരിഞ്ഞം സുന്ദരൻമുഖ് ബസ് സ്റ്റോപ്പിന് മുന്നിൽ രാജീവും അതുൽ രവിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിൽ പ്രകോപിതനായി അതുൽ കീചെയിനിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് രാജീവിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. രാജീവിനെ ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാത്തന്നൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. പരിക്കേറ്റ രാജീവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിക്ക് 77.97% വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 72.49% വിജയം. നിലവിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ താരസംഘടനയുടേത് മാത്രമാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഗവൺമെന്റ് തലത്തിലേക്ക് പരാതി എത്തിയിട്ടില്ലെന്നും മന്ത്രി. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ആഗ്രഹം മറച്ചുവെക്കാതെ കൊടിക്കുന്നിൽ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്റെ പേര് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. MP-മാരും MLA-മാരും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെന്നും കൊടിക്കുന്നിൽ.
കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന ലോട്ടറി വിൽപ്പനക്കാരനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കൊല്ലം മുണ്ടയ്ക്കൽ ഊരമ്പള്ളി സ്വദേശി രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് 200 മീറ്റർ അകലെയായിരുന്നു കൊലപാതകം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.